കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് എക്കോണമിക് മിഷനും കുടുംബശ്രീയും സംയുക്തമായി ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഓൺലൈനായി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അവർ ആ രൂപത്തിലുള്ള മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും, അതിൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകൾ, വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ കഴിയും. അതാണ് വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം എന്ന പദ്ധതികളിലൂടെയും സർക്കാർ ശ്രമിക്കുന്നത്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇങ്ങനെയൊരു സംവിധാനം തൊഴിൽമേള വളരെ വിപുലമായി കൃത്യമായ കാര്യങ്ങളോടുകൂടി നടത്തുന്നു എന്നറിയുന്നത് ഏറെ സന്തോഷമുണ്ട്. ഈ തൊഴിൽമേള 2023 എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. എക്കണോമിക് റിവ്യൂ കണക്ക് പ്രകാരം കൊല്ലം കോർപ്പറേഷനിൽ കേരളത്തിലും ആകമാനം 45 ലക്ഷം പേരാണ് തൊഴിൽ രഹിതർ. ആ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്ന ഒരു വലിയ ആശയമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ വൈജ്ഞാനിക സമൂഹമായി പരിവർത്തിക്കുക. അതാണ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിത ലക്ഷ്യം. ആ വൈജ്ഞാനിക സമൂഹമായി പ്രവർത്തിക്കുന്നത് മാറ്റപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവരുടെ നൈപുണ്യത്തിനും യോഗ്യതയും അനുസരിച്ച് അവർക്ക് തൊഴിൽ നൽകുക. ആ വിഭവശേഷി, ആ വിഭവം നമ്മുടെ കേരളത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 21-ൽ നേരത്തെ സൂചിപ്പിച്ചത് നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പും ചേർത്തുകൊണ്ട് ഒരു സർവേ നടത്തി. അപ്പൊ 45 ലക്ഷമായിരുന്നു നേരത്തെയുള്ള എക്കണോമിക് റിവ്യൂ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം. പക്ഷെ ആ സർവേ എടുത്തു കഴിഞ്ഞപ്പോൾ 53 ലക്ഷം പേരാണ് കേരളത്തിൽ തൊഴിൽ രഹിതരായിട്ടുള്ളത്. അതിന്റെ ഏറെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയത് +2 മുകളിൽ യോഗ്യതയുള്ള ആ 53 ലക്ഷത്തില് +2 മുകളിൽ യോഗ്യതയുള്ള 23 ലക്ഷം പേര് തൊഴിൽ രഹിതരാണ്. 4000-ഓളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്യുകയും 54 കമ്പനി പ്രതിനിധികൾ തൊഴിൽമേളയിൽ തൊഴിൽദാതാക്കളായി എത്തുകയും ചെയ്തു. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 1906 പേരെ വിവിധ കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. മാർച്ച് 8-ാം തീയതിക്കകം പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് അറിയിച്ചു.